കൊല്ലം കൊട്ടിയത്ത് കടയിൽ തീപിടുത്തം. കൊട്ടിയത്ത് പ്രവർത്തിക്കുന്ന ഷാർപ്പ് കളർ ലാബിലാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കൊല്ലം, കുണ്ടറ, പരവൂർ, ചാത്തന്നൂർ ഫയർഫോഴ്സ് യൂണിറ്റുകൾ തീയണയ്ക്കാൻ ശ്രമിക്കുന്നു. ലിജോ റോളൻസ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിജോ, ഇത് എപ്പോഴാണ് തീപിടുത്തം ഉണ്ടായത്? എങ്ങനെ തീപിടിച്ചു എന്നാണ് കരുതുന്നത്? നിലവിൽ ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിഞ്ഞോ? നമുക്ക് 3 മണിയോടടുത്ത സമയത്താണ് ഇത്തരത്തിൽ ആദ്യം തീയും പുകയും കാണുന്നത്, ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. മുകളിലത്തെ നിലയിലായിരുന്നു ഇത്തരത്തിൽ പുകയും തീയും ആദ്യഘട്ടത്തിൽ ഉയർന്നത്. കൊട്ടിയം ജംഗ്ഷന് സമീപത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഷാർപ്പ് ലാബിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന, അതായത് സ്റ്റുഡിയോയുടെ മറ്റ് പ്രോസസിംഗ് ലാബായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഉടനെ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരും മറ്റുമൊക്കെ പുറത്തേക്ക് ഇറങ്ങുകയും തുടർന്ന് അഗ്നിശമന സേന വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി അഗ്നിശമന, അതായത് കൊല്ലത്ത് നിന്നും കുണ്ടറ, പരവൂർ, ചാത്തന്നൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് നിലവിൽ സ്ഥലത്തെത്തി തീ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അറിയാൻ കഴിയുന്നത്. അടുത്തുള്ള കടകളിലേക്കും പറ്റും, അതായത് കൊട്ടിയം ജംഗ്ഷൻ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന പ്രധാന റോഡിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ചുറ്റും അടുത്തെല്ലാം തന്നെ നിറയെ കടകളിലൊക്കെ ഉള്ള ഒരു വ്യാപാര നിരവധിയുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ സമീപത്തെ കടകളിലും മറ്റും ഇത് പടരാതിരിക്കാനുള്ള ശ്രമമാണ് തീവ്രമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏകദേശം കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ോടൊപ്പം തന്നെ മറ്റു കടകളിലേക്കും ഇത് പടരാതിരിക്കാൻ ശ്രമിക്കുന്നത്. ഇതിൽ പ്രാഥമികമായി, അതായത് കൊല്ലം കൊട്ടിയത്താണ് ഇങ്ങനെയൊരു തീപിടുത്തം ഉണ്ടായത്. ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ലിജോയാണ് വിവരങ്ങൾ നൽകിയത്.